ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ യഥാർത്ഥ ട്രോഫി തന്റെ കൈവശമാണുള്ളതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർച്ചിൽ വൈറ്റ് ഹൗസിൽ സന്ദർശനവേളയിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റെയാണ് യഥാർത്ഥ ട്രോഫി തനിക്ക് നൽകിയതെന്നും എന്നേക്കുമായി അത് തനിക്ക് സൂക്ഷിക്കാനാകുമെന്ന് പറഞ്ഞതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ PSG-ക്കെതിരെ 3-0 വിജയിച്ച ശേഷം ഫിഫ ചെൽസിക്ക് സമ്മാനിച്ചത് ട്രോഫിയുടെ പകർപ്പാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അടുത്തിടെ ക്ലബ്ബ് ലോകകപ്പിന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്ററായ ഡാസന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. മാർച്ചിൽ ഓവൽ ഓഫീസിൽ നടന്ന ഒരു പരിപാടിക്കിടയിലായിരുന്നു ഇൻഫാന്റോ ട്രോഫി അൺവെയിലിംഗ് ചെയ്തത്. അതിനുശേഷം ട്രോഫി അവിടെ തന്നെ തുടരുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. നിങ്ങൾ എപ്പോഴാണ് ട്രോഫി എടുക്കാൻ പോകുന്നതെന്ന് ട്രംപ് അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരിക്കലും അത് എടുക്കാൻ പോകില്ലെന്നായിരുന്നു അവരുടെ മറുപടി. നിങ്ങൾക്കത് ഓവൽ ഓഫീസിൽ എന്നേക്കുമായി വെക്കാമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ പുതിയത് നിർമ്മിക്കുകയാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർ വേറൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥ ട്രോഫി ഇപ്പോൾ ഓവലിലെ ഓഫീസിലുണ്ട് എന്നായിരുന്നു ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ ട്രംപിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. ചെൽസി താരങ്ങൾക്ക് ട്രോഫി സമ്മാനിച്ച ശേഷവും അദ്ദേഹം പോഡിയത്തിൽ ടീമിനൊപ്പം തുടർന്നത് ചർച്ചയാകുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ സാന്നിധ്യം ചെൽസി താരങ്ങളെയും അത്ഭുതപ്പെടുത്തി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റോയുമായി ട്രംപിന് അടുത്ത ബന്ധമുണ്ട്. ഫിഫ അടുത്തിടെ ന്യൂയോർക്ക് സിറ്റിയിലെ ട്രംപ് ടവറിൽ ഒരു പുതിയ ഓഫീസും തുറന്നിരുന്നു.